ഹായ്, ഒരു എൻട്രൻസ് ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് NCERT എന്ന് പറയുന്നത്. സോ NCERT എക്സസൈസിലെ സോൾവ് എക്സാമ്പിളുകളും അതേപോലെ NCERT ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസും നിങ്ങൾ നിങ്ങളുടെ GIBക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അങ്ങനെയുള്ള ഒരു NCERT എക്സസൈസും അതിൽ നിന്നും എങ്ങനെ ഒരു എൻട്രൻസ് എക്സാമിന് ചോദ്യം ചോദിക്കും എന്നുള്ള രീതിയിലുള്ളൊരു മാതൃക അല്ലെങ്കിൽ ഒരു സാമ്പിൾ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററിൽ NCERT എക്സസൈസ് റെഫർ ചെയ്തിട്ടുള്ളെങ്കിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ കാണുന്നത്. സോ ചോദ്യം നിങ്ങൾക്ക് അവിടെ കാണാം. എ ബുക്ക് വിത്ത് മെനി പ്രിന്റിംഗ് എറേഴ്സ് കണ്ടെയ്ൻസ് 4 ഡിഫറെന്റ് ഫോർമുലാസ് ഫോർ ദ ഡിസ്പ്ലേസ്മെന്റ് y ഓഫ് എ പാർട്ടിക്കിൾ അണ്ടർഗോയിങ് എ സർട്ടൻ പീരിയോഡിക് മോഷൻ. അപ്പം ഒരുപാട് ഫോർമുലാസ് ഉണ്ട്, അതിൽ പ്രിന്റിംഗ് എറേഴ്സ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അവിടെ കുറച്ച് ടേമുകൾ തന്നിട്ടുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന y എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്, a മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, t എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്, സ്മോൾ t എന്ന് പറഞ്ഞാൽ ടൈമുമാണ്. അപ്പോൾ കുറച്ച് ഫോർമുലാസ് തന്നിട്ടുണ്ട്. ഈ ഫോർമുലാസിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് എന്നാണ് ചോദ്യം. സോ നമുക്ക് ആ ഫോർമുലാസ് ഒന്ന് കണ്ടു നോക്കാം. ABCD ആയിട്ട് കുറച്ച് ഫോർമുല പവറുകൾ വരുന്ന സബ്ജക്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ഡയമെൻഷൻ അനലൈസ് ചെയ്യേണ്ടത് ശരിക്കും എന്താണ്? സൈനിന്റെ അകത്തുള്ള ടേമിലേക്കാണ്. കാരണം സൈൻ കോസ് പോലുള്ള ആൾക്കാരുടെ ഡയമെൻഷൻ ഓൾ ടുഗദർ 1 ആണ്, അല്ലെങ്കിൽ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ആണ് ഇവർ നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സൈനിന്റെ അകത്തുള്ള ആളെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് അനലൈസ് ചെയ്യാം. സോ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് 2πt/t എന്ന് പറഞ്ഞ ഫാക്ടറാണ്. നമുക്ക് അവരുടെ ഡയമെൻഷൻ ഈക്വൽ ടു 1 കിട്ടണം, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. സോ 2 ഡയമെൻഷൻലെസ് ആണ്, പൈ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാം, ഡയമെൻഷനിലേക്ക് എഴുതുമ്പോൾ t⁻1 ആണ്. ടി എന്ന് പറഞ്ഞാലും ടൈം പീരീഡ് ആണ്, t⁻1 ആണ്, ഈക്വൽ ടു എനിക്ക് 1 കിട്ടി. സോ സൈനിന്റെ അകത്തുള്ള കമ്പൗണ്ട് ഡയമെൻഷനലി കറക്റ്റ് ആയതുകൊണ്ട് എനിക്കത് ഓക്കെ ആണെന്ന് പറയാം. ഇനി ഇത് മൊത്തത്തിൽ 1 ആയിപ്പോ, ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു a ഇൻറ്റു ഡയമെൻഷൻ എടുക്കാൻ പോവാണ്. സൈനിന്റെ കമ്പോണന്റ് ദാറ്റ് ഇസ് മൊത്തം ഡയമെൻഷൻ 1 ആണ്, അതുകൊണ്ട് 1 എന്ന് എഴുതി. ഇനി നമുക്ക് നോക്കാം, y ഈസ് ഈക്വൽ ടു a ആണ്. ശരിയല്ലേ? y എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, a എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. രണ്ടുപേരുടെയും ഡയമെൻഷൻസ് സെയിം ആണ്, അതുകൊണ്ട് എനിക്ക് L ഈക്വൽ ടു L എഴുതാം. സോ ദിസ് ഇസ് എ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, y ഈസ് ഈക്വൽ ടു a സൈൻ vt എന്നാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യമേ എങ്ങോട്ടാണ്? vt, സൈനിന്റെ അകത്തുള്ള ടേമിലേക്കാണ്. അവരുടെ ഡയമെൻഷൻ ഈക്വൽ ടു 1 കിട്ടും നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ദാറ്റ് ഇസ് വിയും ടിയും എടുക്കാം. vt എന്ന് പറഞ്ഞാൽ 1 കിട്ടും നോക്കാം. v വെലോസിറ്റി ആണ്, t സമയമാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ L(t⁻⁻1) ആണെന്ന് അറിയാം. t എന്ന് പറഞ്ഞാൽ t⁻1 ആണ്. കട്ടായി പോയാലും അവിടെ അവസാനം ഒരു L അവശേഷിക്കും. ദാറ്റ് മീൻസ് അവിടെ ഡയമെൻഷനിൽ സൈനിന്റെ കേസിൽ അവിടെ പ്രോപ്പർ ആകുന്നില്ല. ദാറ്റ് മീൻസ് ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി തെറ്റാണ്, ഇൻകറക്റ്റ് ആയിട്ടൊരു ഇക്വേഷൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. y ഈസ് ഈക്വൽ ടു a/t സൈൻ t/a എന്നാണ്. നേരെ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? t/a എന്ന് പറഞ്ഞ ടേമിലേക്കാണ്. t എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്, a എന്ന് പറഞ്ഞാൽ L, t/L വിച്ച് ഈസ് റോങ്. അവിടെ എന്ത് വരാൻ പാടില്ല? അവിടെ മൊത്തത്തിൽ സൈന് ഡയമെൻഷൻ എന്തായി മാറണം? 1 വരണം. പക്ഷേ ടൈമും ഡിസ്റ്റൻസും 2 ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഇതും ഡയമെൻഷനലി ഇൻകറക്റ്റ് ആണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമേ പോകേണ്ടത് ഇതുപോലുള്ള സൈൻ, കോസ്, ലോഗ്, e⁻x പോലുള്ള കമ്പോണൻസിനെ ആദ്യം അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ഫൈനൽ ചോദ്യമാണ് NCERT എക്സസൈസിലെ ആ ക്വസ്റ്റ്യനിലെ ഏറ്റവും ഡീപ്പ് പാർട്ട്. ചോദ്യം y ഈസ് ഈക്വൽ ടു a√2 ഇൻറ്റു സൈൻ 2πt/t പ്ലസ് കോസ് 2πt/t. ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? സൈനിന്റെ അകത്തുള്ള കമ്പോണൻസിനെ നമുക്ക് നോക്കാം. 2πt/t നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതെന്താണ്? 2ഉം പൈയും ഓക്കെ ആണ്. ടി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി, താഴത്തെ ടീം ടി തന്നെയാണ്, വെട്ടിക്കളഞ്ഞാൽ 1 കിട്ടും. ദാറ്റ് ഈസ് കറക്റ്റ്. സോ ഇതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. സോ അതും ഓക്കെ ആണ്. പിന്നെയുള്ളത് ഇവരെ രണ്ടുപേരെയും അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവർ രണ്ടുപേരും ഓൾറെഡി 1 ആയി മാറി. ഇനി നോക്കുക, y എന്ന് പറഞ്ഞാൽ L ആണ്, a√2 എന്ന് പറഞ്ഞാൽ a L ആണ്, റൂട്ടിനും ഡയമെൻഷൻ ഇല്ല, അപ്പൊ രണ്ടും L ആണ്. സോ എനിക്ക് പറയാം ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. യെസ്. അപ്പം ഈ NCERT ഇങ്ങനെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുള്ള ഗുണം, നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇതിന്റെ ഒരു ബാക്കി എന്നുള്ള രീതിയിലാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അപ്പൊ NCERT എക്സസൈസിൽ ഈ ചോദ്യം ചെയ്ത് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക. The force is given in terms of time t and displacement x by the equation F is equal to a cos bx plus c sin dt എന്നാണ്. The dimensional formula of AD/B. ഇവിടെ ഓൾറെഡി ഒരു ഇക്വേഷൻ തന്നു, എന്നിട്ട് AD/B യുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ശരിക്കും ഓക്കെ ഡയമെൻഷനലി ഓക്കെ ആണെന്നും പറഞ്ഞാണ് ഇക്വേഷൻ തന്നിട്ടുള്ളത്, എന്നിട്ട് AD/B എടുക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷനെ ഒന്ന് എഴുതിയെടുക്കാം. F is equal to തന്നിട്ടുള്ളത് a cos bx, ശരി, പിന്നുള്ളത് c sin dt ആണ്. ഇത് ഓൾറെഡി ഡയമെൻഷനലി ഓക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലായി ഇവിടെ ചോദ്യം AD/B യുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ്.
അപ്പൊ നമ്മൾ നേരത്തെ പോലെ നമ്മുടെ ഫോക്കസ് എങ്ങോട്ടായിരിക്കണം? സൈനിന്റെ അകത്തെ കോഎഫിഷ്യന്റും കോസിന്റെ അകത്തെ കോഎഫിഷ്യന്റിലേക്ക് നമ്മുടെ ഫോക്കസ് പോകണം. സൈനിന്റെ അകത്തെ കോഎഫിഷ്യന്റ് ആയ ബി എക്സിനെ ഞാൻ ആദ്യമേ എടുത്തു. ഇവര് ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ ഞാൻ ഈക്വൽ ടു 1 കൊടുക്കാം അല്ലേ? ഇവര് ഡയമെൻഷനലി ഈക്വൽ ആണെങ്കിൽ ഇവരുടെ ഡയമെൻഷൻസ് എല്ലാം കൂടെ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് 1 കിട്ടണം. സോ എനിക്ക് ബി എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. അവിടുന്ന് ബി ഡയമെൻഷനലി എനിക്ക് 1/x ആണെന്ന് പറയാം. ഡയമെൻഷൻ ഓഫ് ബി എടുക്കുമ്പോൾ എക്സ് എന്ന് പറഞ്ഞ ദൂരമാണ്. അപ്പോൾ 1/l അല്ലെങ്കിൽ l⁻⁻1 എന്ന് കിട്ടും. സോ ബിയുടെ ഡയമെൻഷൻ എനിക്ക് കിട്ടി l⁻⁻1. നെക്സ്റ്റ് സൈൻ ഡി ടി ആണ്. അപ്പോൾ അവിടെ സൈൻ്റെ അകത്തെ കോഎഫിഷ്യന്റ് ഡി ടി എടുത്തു. സോ ഡി ടി ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം, കാരണം ഓൾറെഡി ഇതൊരു ഡയമെൻഷനൽ ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ്റെ അകത്തെ കോഎഫിഷ്യന്റ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 1 കിട്ടും. സോ എനിക്ക് അവിടെ നിന്ന് ഡി എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 1/t. ഡയമെൻഷൻ എടുക്കുമ്പോൾ t⁻⁻1. അപ്പോൾ എയ്ക്ക് ഡിയും കിട്ടി, ബിയും കിട്ടി. എനിക്ക് ആരെ കൂടെ കണ്ടുപിടിക്കണം? എനെ കൂടെ കണ്ടുപിടിക്കണം. എന്നിട്ട് എനിക്ക് AD/B എടുക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിയസ് പറയുന്നത് ഓരോ ഡയമെൻഷനും ഓരോ ആൾക്കാരോടും ഈക്വൽ ആണ്. ഇവിടെ എഫിന്റെ ഡയമെൻഷൻ ഇയാളോട് ഈക്വൽ ആയിരിക്കും, ഇയാളോടും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന് എനിക്ക് പറയാൻ സാധിക്കും എ അല്ലേ എനിക്ക് വേണ്ടത്, എഫിന്റെ ഡയമെൻഷൻ A cos BX ഈക്വൽ ആയിരിക്കും. കോസ് BX മൊത്തത്തിൽ 1 ആണ്, കാരണം അത് ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം എയുടെ ഡയമെൻഷനും ഫോഴ്സിന്റെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കും. ഇവരെല്ലാം കൂടി ഇനി ചെയ്തെടുത്താൽ പോരെ. ഫൈനലി ഞാൻ ഇവരെല്ലാം കൂടെ ചെയ്തെടുക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് AD/B എന്നാണ്. എ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ഇക്വേഷൻ വിച്ച് ഈസ് mLT⁻². ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടി T⁻⁻1 ആണ്. ബി എന്ന് പറഞ്ഞാൽ L⁻⁻1. ചെയ്തെടുക്കാം. സോ mLT⁻⁻3 L⁻⁻1 മുകളിലേക്കുമ്പോൾ L എന്ന് വരും. എല്ലും കൂടെ L² ആകും. mL² T⁻⁻3 is the final answer. ഓപ്ഷൻ ബി is the right answer. കണ്ടോ? അപ്പം NCERT ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, കൂടെ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന MCQs പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു സൂൺ.